ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഷോർട്സിൽ PYQ ആണ്. അതായത് 2025 ചോദിച്ച 10th ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്. 27 ക്വസ്റ്റ്യൻ വരെ ലാസ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തൊക്കെ ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ ഇതൊരു വലിയ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ കണക്റ്റിംഗ് ഫാക്റ്റും കൂടെ പറഞ്ഞു വരുമ്പോൾ 3 മിനിറ്റിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാണാത്തവർ മുമ്പത്തെ വീഡിയോയും പോയി ഒന്ന് കണ്ടു നോക്കണം. 28ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? അപ്പോൾ ആൻസർ മാത്രം പറയാം. ഓപ്ഷൻ ഏതാണ്? സി ആണ് ആൻസർ. അതായത് മൂന്നാമത്തത് അതിൽ വരുന്നത് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ആരൊക്കെയാണ് അംഗങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അപ്പോൾ ഈ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതായിരുന്നു ഓർമ്മയുണ്ടോ? 1953 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചത്. അംഗങ്ങൾ ആരൊക്കെയാണ്? ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ സി ആണ് ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇതിൽ ഒന്നാമത്തെ പറയുന്ന കുണ്ടറ വിളംബരമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാ വർഷവും ഒന്ന് ഓർമ്മിച്ചെടുക്കാം കേട്ടോ. കുണ്ടറ വിളംബരം ഏതായിരുന്നു വർഷം? 1809 ജനുവരി 1 കുണ്ടറ വിളംബരം. രണ്ടാമത്തത് വൈക്കം സത്യാഗ്രഹമാണ്. വർഷം ഏതായിരുന്നു? വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിച്ചത്. അവസാനിച്ചത് 1925 നവംബർ 23. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ചോദിക്കുകയാണെങ്കിൽ വർഷം 1924. മാപ്പിള ലഹളയാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. മാപ്പിള ലഹള 1921 ഓഗസ്റ്റ് 20 എല്ലാ വർഷവും ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. മാപ്പിള ലഹള നടന്ന വർഷം എന്നും ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പോൾ മാപ്പിള ലഹള 1921 ഓഗസ്റ്റ് 20. നാലാമത്തേത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ ഏത് വർഷമാണ്? മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഇതിൻ്റെ ഒരുമിച്ചിട്ട് നമ്മൾ ഈഴവ മെമ്മോറിയലും കൂടെ ഓർമ്മിച്ചെടുക്കുക. ഈഴവ മെമ്മോറിയൽ വരുന്നത് 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3 ഈഴവ മെമ്മോറിയൽ. അപ്പോൾ കറക്റ്റ് ഓർഡർ ഏതാ വരിക? അപ്പോൾ വർഷം പറഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഏതാ ഓർഡർ. കുണ്ടറ വിളംബരമാണ് അല്ലേ? 1809 കുണ്ടറ വിളംബരം. പിന്നെ 1800 വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണ്? മലയാളി മെമ്മോറിയൽ അല്ലേ? അപ്പോൾ കുണ്ടറ വിളംബരം ഒന്നാമത്തത്, രണ്ടാമത്തത് മലയാളി മെമ്മോറിയൽ 1891. പിന്നെ വരുന്നത് ഏതാണ്? മാപ്പിള ലഹള വർഷം 1921 ഓഗസ്റ്റ് 20. പിന്നെ ലാസ്റ്റിൽ വരുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം അല്ലേ? വൈക്കം സത്യാഗ്രഹം 1924. അപ്പോൾ 1809 കുണ്ടറ വിളംബരം. പിന്നെ 1891 എന്താണ്? മലയാളി മെമ്മോറിയൽ. പിന്നെ മാപ്പിള ലഹള 1921, വൈക്കം സത്യാഗ്രഹം 1924. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. 30ാമത്തെ ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പോൾ വായിക്കുന്നുണ്ട്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. അതെന്താണ്? കറക്റ്റാണ് കേട്ടോ. രണ്ടാമത്തത് 1869 ISRO രൂപീകരിച്ചു. അതറിയാം അല്ലേ? ISRO രൂപീകരിച്ചത് 1969 എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്ന ഒരു ചോദ്യമാണ്. ISRO 1969. മൂന്നാമത്തത് ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. മൂന്നാമത്തത് അത് തെറ്റാണല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിക്കണം. എവിടെയാണ് ആരംഭിച്ചത്? തുമ്പയിലാണ് അല്ലേ? തിരുവനന്തപുരത്തുള്ള ഒരു ഗ്രാമമാണ് തുമ്പ. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ ആരംഭിച്ചത്? തുമ്പയിലാണ്. തുമ്പയാണ്, വിശാഖപട്ടണം അല്ല. നാലാമത്തത് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. അത് ശരിയാണ്. നാലാമത്തെ ശരിയാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1, 2, 4. അപ്പോൾ 1, 2, 4 ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഓരോ പേജായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ PYQ ചെയ്തുകൊണ്ട് വരുന്നത്. അടുത്ത പേജ് ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും കേട്ടോ. ബോറടിപ്പിക്കാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.